1986 നാദാപുരത്തിന്റെ മണ്ണിൽ സ്റ്റാർട്ട് ചെയ്ത ബുഹാരി വെസൽസിനെ കുറിച്ച് കൂടുതൽ അറിഞ്ഞാലോ? തലമുറകളായി നാദാപുരത്തുകാർ നെഞ്ചിലേറ്റിയ ഒരേ ഒരു പഴമയുടെ വിശ്വാസമാണ് ബുഹാരി വെസൽസ്. 41 വർഷത്തിന്റെ നിറവിൽ നിൽക്കുന്ന നമ്മുടെ ബുഹാരി വെസൽസ്, അതിനെക്കുറിച്ച് അറിയാൻ നിങ്ങൾക്കും ആഗ്രഹം കാണില്ലേ? ഇതാണ് നമ്മുടെ ഹുസൈൻ സാറ്, ബുഹാരി വെസൽസിന്റെ മാനേജിംഗ് ഡയറക്ടറാണ്. സാറിനോട് തന്നെ നമുക്ക് കൂടുതൽ വിവരങ്ങൾ ചോദിച്ചു നോക്കാം. ഹായ് സർ, ഇപ്പോൾ 42ാമത്തെ വർഷം തികയാൻ പോവുകയാണ്. അപ്പോൾ ഇത്രയും നാളത്തെ ഒരു ജേണി ഒന്ന് നമ്മളിപ്പോൾ 1986 ഫാദർ സ്റ്റാർട്ട് ചെയ്ത സ്ഥാപനമാണ്. നാദാപുരം ബസ് സ്റ്റാൻഡിലായിരുന്നു നമ്മുടെ ആദ്യത്തെ ഷോപ്പ്. അപ്പോൾ അതിപ്പോൾ ഇവിടെ നിലവിലുണ്ട്. ഇതിപ്പോൾ നമ്മൾ കഴിഞ്ഞ വർഷം ആണ് ഇത് പുതിയ ഷോപ്പ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. ബുഹാരി വെസൽസിൻ്റെ 2ാമത്തെ തലമുറയിൽപ്പെട്ട ആളാണ് ഞാൻ. ഉപ്പയാണ് ഇതിൻ്റെ തുടക്കം. ഉപ്പാൻ്റെ കഠിനാധ്വാനമാണ് ഇന്നീ കാണുന്ന ലെവലിൽ നമ്മൾ എത്തിയിട്ടുള്ളത്. ഇപ്പോൾ ബുഹാരിയിലേക്ക് വരുന്നൊരു കസ്റ്റമർക്ക് നമ്മുടെ സൈഡിൽ നിന്ന് കൊടുക്കാൻ പറ്റുന്നൊരു വാഗ്ദാനം എന്തായിരിക്കും? കസ്റ്റമറോട് നമുക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ നമ്മുടെ ക്വാളിറ്റിയാണ്. ക്വാളിറ്റിയിൽ കുറച്ചിട്ടുള്ള ഒരു പരിപാടി വേണ്ടെന്നുള്ളത്. അപ്പം ഞാനിവിടെ വന്നിട്ട് ഒരുപാട് പ്രീമിയം കളക്ഷൻസും കാര്യങ്ങളൊക്കെ കണ്ടു. അപ്പം നമ്മൾ ഇത് സെല്ല് ചെയ്യുന്നത് എങ്ങനെ, സാധാരണക്കാർക്കും അഫോർഡ് ചെയ്യാൻ പറ്റുന്ന ലെവലിലാണോ അതോ പ്രീമിയം ആയിട്ട് മാത്രമാണോ? സാധാരണക്കാരന് പറ്റിയ സാധനങ്ങളും നമ്മുടെ അടുത്തുണ്ട്. പിന്നെ ഹെവി സൈസായിട്ടുള്ള പിന്നെ പ്രീമിയം ക്വാളിറ്റി സാധനങ്ങളും നമ്മുടെ അടുത്ത് സെയിൽ ചെയ്യുന്നുണ്ട്. ഞാനിപ്പോൾ ഇവിടെ വന്നിട്ട് ഒരുപാട് കളക്ഷൻസ് കണ്ടു, കുറേ യുണീക്ക് ആയിട്ടുള്ള കുറേ പ്രീമിയം പ്രൊഡക്ട്സ് കാര്യങ്ങളെല്ലാം കണ്ടു. അപ്പോൾ ഇതിൻ്റെയൊക്കെ സോഴ്സ് എന്ന് പറയുന്നത് നമ്മുടെ കേരളത്തിൽ തന്നെയാണോ അതോ ഇമ്പോർട്ടഡ് പ്രൊഡക്റ്റ് ആണോ, എന്താണ്? ഇതിപ്പോൾ കേരളത്തിൽ നിന്നുള്ള പ്രൊഡക്ഷൻ ഉണ്ട്, അതുപോലെ പിന്നെ കേരളത്തിൽ നിന്ന് പുറത്തുണ്ട്, പിന്നെ വിദേശ രാജ്യങ്ങളാകുമ്പോൾ ചൈനയിൽ നിന്നുണ്ട്, തായ്ലൻഡ് ഉണ്ട്, UAE ഉണ്ട്. അങ്ങനെ ഒട്ടുമിക്ക സ്ഥലത്ത് നമ്മൾ സാധനം കൊണ്ടുവരുന്നുണ്ട്. അപ്പം നിങ്ങളും സാറും തമ്മിൽ കുറച്ച് ലോങ് ടൈം ആയി സാറിൻ്റെ കൂടെ നിങ്ങൾ വർക്ക് ചെയ്യാൻ തുടങ്ങിയിട്ട്. അപ്പോൾ സാറും നിങ്ങളും തമ്മിലുള്ള ഒരു ബോണ്ട് അതെങ്ങനെയാണെന്നൊന്ന് നമുക്കൊന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് തരാമോ? അതിനെപ്പറ്റി പ്രത്യേകിച്ച് എടുത്ത് പറയേണ്ട എന്തെങ്കിലും വിഷയമില്ല. കാരണം ഞങ്ങളിവിടെ ഒരു കുടുംബം പോലെയാണ് കഴിഞ്ഞ് തൊഴിലാളി മുതലാളി ബന്ധങ്ങളൊന്നുമില്ല. വളരെ ഫ്രണ്ട്ഷിപ്പിലാണ്. അതിന് തന്നെയാണ് ഞങ്ങളെ വിജയവും. ഇത്രയും ഏറ്റവും നല്ല രൂപത്തിലുള്ള പെരുമാറ്റവും ബന്ധങ്ങളും ഞങ്ങൾ ആത്മാർത്ഥമായിട്ട് സ്റ്റാഫ് ഞങ്ങളുടെ സദാബിൻ്റെ കൂടെ, പ്രത്യേകിച്ച് ഞങ്ങളുടെ ബോസിൻ്റെ കൂടെ, എല്ലാത്തിനും കൂടെ രാവും പകലും. Team Buhari.